എം എസ് അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ശക്തമായ പ്രതിഷേധത്തിനാണ് കോൺഗ്രസിന്റെ നീക്കം. കളക്ട്രേറ്റിന് മുന്നിലുള്ള പ്രതിഷേധം എപ്പോൾ ആരംഭിക്കും? എന്തൊക്കെയാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? രേണുക, ജോസഫിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ കളക്ട്രേറ്റിന് മുൻവശത്ത് എത്തിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അല്പസമയം മുമ്പാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകിയത്. ഇതിനുശേഷം കോൺഗ്രസ് പ്രവർത്തകർ, ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ, DCC പ്രസിഡന്റ് അടക്കമുള്ളവർ ചേർന്നാണ് മൃതദേഹം ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ കളക്ട്രേറ്റ് പടിക്കലേക്ക് മൃതദേഹം കൊണ്ടുവന്നിരിക്കുന്നു. ആംബുലൻസിലാണ് മൃതദേഹമുള്ളത്. അത് പുറത്തേക്ക് ഇറക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അദ്ദേഹത്തിന്റെ മരണത്തിന് ഉത്തരവാദി സംസ്ഥാന സർക്കാരാണ്. സർക്കാരിന്, പ്രത്യേകിച്ചും പഞ്ചായത്ത് സെക്രട്ടറിക്കും പോലീസിനും കളക്ടർക്കടക്കമുള്ളവർക്കും കത്തയച്ചിട്ടും യാതൊരു പോംവഴിയും ഉണ്ടാവാൻ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത വികലാംഗരായ പാവപ്പെട്ടവരെ മൃതശരീരമാണിത്. ഇത് ആത്മഹത്യയല്ല, ഇത് കൊലപാതകമാണ്. കൊല ചെയ്തത് കേരള സർക്കാരാണ്. ഇവിടെ നമുക്കറിയാം, പെട്രോളിനും ഡീസലിനും സെസ് പിരിക്കുന്നത് പെൻഷൻ കൊടുക്കാനാണ്. സെസ് പിരിച്ചു, പെൻഷനില്ല. ഇതൊരു ജോസഫ് അല്ല, ഒരുപാട് ജോസഫുകളുടെ പ്രതീകമാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഇങ്ങനെ പെൻഷൻ കിട്ടാതെ വേദനയോടുകൂടെ കേരളത്തിൽ കഴിയുന്നത്. ഇവരെ കാണാൻ സർക്കാർ നേരമില്ല. ഇവിടെ പൗരപ്രമുഖന്മാർക്ക് നൽകിയ പ്രഭാത വർഷത്തിന് പണമുണ്ടെങ്കിൽ, ഇവിടെ നവകേരള സദസ്സിന് വെച്ച ഫ്ലക്സ് ബോർഡ് പണമുണ്ടെങ്കിൽ ഈ പെൻഷൻ കൊടുക്കാമായിരുന്നു. അതൊന്നും കൊടുക്കാതെ ധൂർത്തും അഴിമതിയും കൈമുതലാക്കിയ സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ പാവപ്പെട്ട ജോസഫിന് ആത്മഹത്യ ചെയ്യുന്നത്. ഞങ്ങൾ പറയുന്നു, ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ്. കൊലയാളി പിണറായി സർക്കാരാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസും UDF-ഉം ആവശ്യപ്പെടുന്നത് ഈ പാവപ്പെട്ട ജോസഫിന്റെ കുടുംബത്തിന്റെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണം. ജോസഫിനെ ആശ്രയിച്ചു കഴിഞ്ഞ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സംരക്ഷണം സർക്കാർ എടുക്കണം. ജോസഫിനും കുടുംബത്തിനും വീട് വെച്ചു കൊടുക്കണം. അതിന്റെ പ്രതിഷേധം ഇവിടെ വെച്ച് ആരംഭിക്കുന്നു. ബഹുമാനപ്പെട്ട MP MK രാഘവനും UML ജില്ലാ പ്രസിഡന്റ് റസാഖ് മാഷും 2 വാക്ക് പറഞ്ഞ ശേഷം മരിച്ചുപോയ കേരള സർക്കാരിന് ആദരവർപ്പിച്ചുകൊണ്ട് ഈ ഭരണകൂടത്തിന് മുമ്പിൽ റീത്ത് വെച്ചിട്ടാണ് നമ്മൾ പിരിയുന്നത്. മൃതലോകത്തിലുള്ള എല്ലാ ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ ബഹുമാനപ്പെട്ട MP സംസാരിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട UDF നേതാക്കൾ, മുസ്ലിം ലീഗിന്റെ ജില്ലാ അധ്യക്ഷൻ റസാഖ് മാഷ്, പ്രിയപ്പെട്ട DCC അധ്യക്ഷൻ പ്രവീൺകുമാർ, UDF നേതാക്കൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തക സുഹൃത്തുക്കളെ, വളരെ ദാരുണമായ ഒരു രംഗത്തിന് ഞാനും നിങ്ങളും സാക്ഷ്യം വഹിക്കുകയാണ്. ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരു കുടുംബത്തിന് നാഥൻ തനിക്ക് കിട്ടുന്ന പെൻഷൻ പ്രതീക്ഷ 5 മാസമായി കഴിയുന്നു. മരുന്ന് വാങ്ങാൻ പോലും കഴിയുന്നില്ല. നേരത്തെ DCC പ്രസിഡന്റ് പറഞ്ഞ പോലെ സ്വന്തം മകൾ, ഭിന്നശേഷിക്കാരിയ മകളെ ചികിത്സിക്കാൻ പോലും പണമില്ല, ആ ആനുകൂല്യം കിട്ടുന്നില്ല. സ്വാഭാവികമായും ജീവിക്കാൻ മാർഗമില്ലാതെ വന്നപ്പോൾ, പെൻഷൻ കിട്ടാതെ വന്നപ്പോൾ മകളെ
മകൾക്ക് ലഭിക്കുന്ന പെൻഷൻ പോലും കിട്ടാതെ വന്നപ്പോൾ പിന്നെ മരണമാണ് ഉത്തമം എന്ന ഒരു രീതിയിലാണ് ജോസഫ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയുടെ പരാജയത്തിന്റെ ഏറ്റവും വലിയ തെളിവായി ഇത് കാണേണ്ടിയിരിക്കുന്നു. നൂറുകണക്കിന് ആളുകൾ കേരളത്തിൽ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ കാരണം കേരളം ഭരിക്കുന്ന ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റ് എത്രയോ വർഷമായി, എത്രയോ മാസമായി വിവിധ രംഗങ്ങളിലെ പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല. നിങ്ങൾ ആലോചിക്കണം. ജീവിക്കാൻ മാർഗമില്ലാത്തവർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല. സമ്പൂർണമായി പരാജയപ്പെട്ട ഒരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിനായിട്ടുള്ള വികാരമാണ് ഇവിടെ ഞങ്ങൾ പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചത്. തീർച്ചയായും ഈ കുടുംബത്തെ ഏറ്റെടുക്കാൻ, സംരക്ഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വരണം. അത് ഗവൺമെന്റിനോട് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു, ആവശ്യപ്പെടുന്നു. നവംബർ 9 തീയതി ഈ കിടക്കുന്ന മനുഷ്യൻ കോഴിക്കോട് ജില്ലാ കളക്ടർക്കും കേരളത്തിലെ മുഖ്യമന്ത്രിക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും പെരുവണ്ണാമൊഴി പോലീസിനും എനിക്ക് ജീവിക്കാൻ വഴിയില്ല, എന്റെ മകളും ഭിന്നശേഷിയാണ്, ഞാനും ഭിന്നശേഷിക്കാരനാണ്, 2 ഊന്നുവടിയിൽ താങ്ങിയാണ് അദ്ദേഹം സഞ്ചരിച്ച് ഇതൊക്കെ നേരിട്ട് നിവേദനം കൊടുക്കാൻ വേണ്ടി. പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ തുടർന്ന് പെൻഷൻ കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് വേറെ മാർഗമില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി എല്ലാ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലും പറഞ്ഞിട്ടും അത് ഒരു പരിഹാര മാർഗമില്ലാതെ വന്നപ്പം അവസാനത്തെ മാർഗമാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇത് കേരളത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു ഭരണമാണ്. പെൻഷൻ ലഭ്യമല്ലാത്തതിന്റെ പേരിൽ ജീവനൊടുക്കേണ്ടി വന്ന ഈ കുടുംബം ഇന്ന് മറ്റ് പെൻഷൻ കിട്ടാത്ത ആളുകൾക്ക് വേണ്ടി നടത്തിയ ഒരു പോരാട്ടത്തിന്റെ ആത്മഹത്യയായി, മരണമായി ഞങ്ങളിതിനെ കാണുകയാണ്. പെൻഷൻ ലഭിക്കാത്ത 10,000-കണക്കിന് ആളുകൾ ഇന്നും ഇതുപോലെ പെൻഷന് വേണ്ടി കാത്തിരിക്കുന്നു. ഗവൺമെന്റ് ധൂർത്തും അഴിമതിയും സജ്ജനപക്ഷപാതവും ഇഷ്ടം പോലെ അവരെ സംബന്ധിച്ചിടത്തോളം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒന്നിനും ഒരു പഞ്ഞമില്ലല്ലോ. പക്ഷേ പാവപ്പെട്ടവന്റെ പെൻഷൻ പിടിച്ചുവെച്ച് ഇങ്ങനെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന ഗവൺമെന്റ് ഈ മരണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഈ മരണത്തിന്റെ ഉത്തരവാദി, ഇങ്ങനെ ഒരു മരണത്തിലേക്ക് ഇദ്ദേഹത്തെ നയിച്ചതിന്റെ ഉത്തരവാദപ്പെട്ട നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആളുകളാണ്. ഗവൺമെന്റ് കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഈ മരണത്തിന് കാരണമായവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് UDF അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം ഈ കുടുംബത്തെ പൂർണ്ണമായും ഏറ്റെടുത്ത് പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് ഐക്യജനാധിപത്യ മുന്നണി നേതൃത്വം നൽകും എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഈ കുടുംബത്തിനും നാടിനുമുണ്ടായിട്ടുള്ള വേദനയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പങ്കുചേർന്നുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സർക്കാർ മരിച്ചിരിക്കുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് UDF സർക്കാരിന് ആദരവ് അർപ്പിച്ചുകൊണ്ട് ജില്ലാ ആസ്ഥാനത്ത് മുമ്പ് റീത്ത് വെച്ച ശേഷം ഈ പ്രതിഷേധ പരിപാടി താൽക്കാലികമായി അവസാനിക്കും. രാഘവട്ട് നസാക്ക് മാഷ് ഞങ്ങൾ ഒരുമിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ സർക്കാർ മരിച്ചിരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധ സജീവമായി റീത്ത് സമർപ്പിക്കാൻ പോവുകയാണ്. ഇതിനുശേഷം ഇപ്പോഴത്തെ ഈ പ്രതിഷേധ പരിപാടികൾ അവസാനിപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനുശേഷം ഈ കുടുംബത്തെ സർക്കാർ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ശക്തമായി തുടരുമെന്നാണ് പറയുന്നത്. ഭിന്നശേഷിക്കാരനായ ജോസഫിന്റെ മരണത്തിൽ അതിശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ജില്ലാ ആസ്ഥാനത്ത് റീത്ത് സമർപ്പിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. ശക്തമായ സമരം തുടരും എന്നതാണ് അവർ നൽകുന്ന സൂചന.